എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളങ്ങനെ കുറേ നാളത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ പുതിയൊരു വീട്, വീണ്ടും ഒരു വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മുടെ ഒല്ലൂര് ഏട്ടായി ചേച്ചിയുടെ ഒക്കെ വീടാണ്. അപ്പോൾ വീട് നിങ്ങൾ കുറേ വട്ടം നമ്മുടെ വ്ളോഗിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചേച്ചിക്കൊരു വീട് എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അങ്ങനെ ആ സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, സംഭവങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോവാൻ നിൽക്കുന്നതിനേക്കാളും മുന്നാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഇൻട്രോ ആയിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഏട്ടായിയോടെ വെച്ചോക്കാം വീടിന്റെ എന്താ അത്ര വൈകിയെന്ന് പറയും വീട് വെക്കാനായിട്ട്. അതെ, ഞാൻ 444 ദിവസം കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചോളൂ. ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് വെക്കാതാണ് സിജുമോന്റെ അഭിപ്രായം ആയിരുന്നു. പക്ഷെ ഞങ്ങള് എല്ലാവരും എന്താ പറയാ ഏട്ടനോട് പറഞ്ഞേട്ടാ നമുക്ക് വീട് വെക്കാന്ന് പറഞ്ഞേട്ടായി അങ്ങനെ വീട് വെക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ നിങ്ങളുടെയും കൂടി പ്രാർത്ഥനയും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഒരുക്കണ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത് നിങ്ങൾ പലരാണ്, ചേച്ചിക്കൊരു വീട് വേണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ തീരുമാനത്തിലെത്തി. ഹാപ്പി അല്ലേ ഞാൻ? ഞങ്ങൾ കുറെ നാളായി ഇതിന്റെ പിന്നാലെ നടക്കണം. അമ്മയുടെ വ്ളോഗിലൂടെ നിങ്ങൾ കുറെ പേര് അറിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അമ്മ ചെറിയ സൂചനകളൊക്കെ ഇവിടെ പെയിന്റ് അടിക്കുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു. എന്താ പറയാ, ഇത് ഇവിടെ പെയിന്റ് അടിക്കാൻ പോവാണ്, മക്കള് വരും അപ്പൊ മക്കള് വരുന്നതിന്റെ കാര്യം ഇതാണ് പറയാ, എങ്ങടെ പോണു നമ്മള് വീട് പൊളിക്കുമ്പോ, അങ്ങനെ ഒരു ചോദ്യം അവർക്ക് ഉണ്ടാവും. മണമ്പട്ടേക്ക് അമ്മേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോണത് കേട്ടാ. അമ്മയുണ്ട് ഇവിടെ, അമ്മ ചേച്ചിമാരുണ്ടല്ലോ, ചേച്ചിമാരുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി കുഞ്ഞനായിട്ടായും മണ്ണമ്പട്ടയ്ക്ക് പോവും. അവിടുന്ന് കുഞ്ഞന് വരലും പോലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇവിടെ ഒല്ലൂര് അടുത്താണ്. പക്ഷെ നമുക്ക് പിന്നെ റെന്റിന് ബസ്സൊന്നും കുഴപ്പമില്ലല്ലോ. ബസ് നമുക്ക് എപ്പോഴും ഉണ്ട്. തൃശ്ശൂർക്ക് വരണ്ട നമ്മുടെ മണ്ണമ്പട്ടെന്ന് എപ്പോഴും ബസ്സുണ്ട്. അപ്പൊ അത് കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. പപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ മോനുണ്ടാവും, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കപ്പകളൊക്കെ ഇറങ്ങി അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഇതിന്റെ പേപ്പർ വർക്കുകൾ കുറച്ച് അമ്മയുടെ വ്ളോഗിൽ മുന്നേ അമ്മ പറഞ്ഞെങ്കിലും അത് പേപ്പർ വർക്കുകള് കുറെ നമുക്ക് ഇങ്ങനെ സ്ഥലം കൈമാറ്റം ചെയ്ത് പോകുന്നതിന്റെ കാര്യങ്ങൾ കുറെ പെൻഡിങ്ങിൽ നിൽക്കണ്ടായിരുന്നേ. അപ്പൊ കൊറേ പറയാറില്ല കൊറേ മോനെ പിന്നാലെ കിടന്ന് നടക്കണ്. പ്രതീക്ഷ ഉണ്ടായില്ല ഏട്ടാ, നമ്മള് വൈകുമ്പോ അങ്ങനെ ഒരു ഇതായിരുന്നു അല്ലേ? അത് കുറച്ച് വൈകുന്നു പറഞ്ഞിട്ടാണ് സർക്കാർ കാര്യമില്ല. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആയി. ഇനിയിപ്പോൾ പെർമിറ്റ് കിട്ടേണ്ട ആവശ്യമുള്ള പെർമിറ്റ് ഇപ്പോൾ കിട്ടാറായിട്ടുണ്ട്. പെർമിറ്റ് 2 ദിവസത്തിനുള്ളിൽ അവർ വിളിക്കുമായിരിക്കും. വീട് പൊളിച്ചോളാൻ പറഞ്ഞു അവർ. വീട് പൊളിച്ചതിന് ശേഷം വീട് പണിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. പൊളിച്ചതിന് ശേഷം ടാക്സ് ഒഴിവാക്കി തരാൻ പറഞ്ഞിട്ട് ഒരു അപേക്ഷ വയ്ക്കേണ്ട ഒരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പൊളിച്ചോളാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങള് ഒത്തിരി വലിയ വീടൊന്നുമല്ല, ഒരു കുഞ്ഞ വീടത്തുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീട് പടി പോലെ ആവില്ല കേട്ടോ. നമ്മുടെ വീട് പടിയിൽ നിങ്ങൾ കുറെ പേരെ വെറുത്തുണ്ട്, എന്താ ശ്രീ വീട് കാണിക്കാത്തെന്ന് ചോദിച്ചത്. അങ്ങനെ ആയിരിക്കില്ല. ഞാൻ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഒതുക്കുന്നത് തൊട്ട് നമ്മുടെ എന്തിട്ടാ അതിനെ പറയാ LCB എന്താ പറയാ, C ബ്ലോക്ക് അല്ലെ, C ബ്ലോക്കിന്റെ ആദ്യത്തെ ആ തൂമ്പേരെ കള വരെ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന്റെ കാര്യം തുടക്കം തൊട്ട് അവസാനം വരെ. എത്ര വർഷത്തെ പഴക്കണ്ടായിട്ട് നമ്മുടെ വീടിന്? 40 വീടിന് 36 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിന്റെ വിശേഷങ്ങൾ. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ പടിപടി അറിയിക്കാം. അപ്പൊ നമുക്ക് ഒതുക്കുന്ന ഭാഗം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ രൂപം ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് അതൊക്കെ കാണാൻ പറ്റില്ല. ഇനി കാണാം. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒതുക്കലും പിടിക്കലും ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡൈൻ മൈ ലൈഫ് വീഡിയോയിൽ കാണാം. ഇന്നത്തെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണില്ല. ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡായിട്ടിരിക്കുന്ന സമയട്ടാ. അത് നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ആളമാരി ചോക്കലും കട്ടില് ചോക്കലൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വേണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതിന്റെ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കുഞ്ഞൊന്നും പറഞ്ഞില്ലടാ, സപ്പോർട്ട് ചെയ്യണം. ചേച്ചിക്കൊന്നും പറയാനില്ലേ? പ്രാർത്ഥിച്ചാൽ മതി എല്ലാവരും. അങ്ങനെ നമ്മൾ നമ്മുടെ ഒല്ലൂര് വീട് ഒരു ഓർമ്മയിലേക്ക് എത്തുകയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. അപ്പം നമുക്ക് വീട് മൊത്തത്തിലൊന്ന് കാണാമല്ലേ, ഇനിയിപ്പോൾ ഇതൊരു ഓർമ്മയാവല്ലേ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് വീടൊന്ന് കാണാം കേട്ടോ. ചേച്ചി ചെടികളൊക്കെ അപ്പുറത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ചെടികൾ പൂവാവോ ഇത് കണ്ട കുങ്ങിണി നിൽക്കണ കണ്ട. അത് കുറേ ചെടികളൊക്കെ ചേച്ചി ഇങ്ങനെ ഞാത്തിയും പറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ വീടിൻ്റെ ഒരു ലുക്ക് കണ്ട. ഇപ്പോൾ വീട് മൊത്തത്തിൽ ഞാനൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. നമുക്ക് മുമ്പിൽ കൂടെ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ വീട്ടിലെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടായിയുടെ ബന്ധുക്കളാണ് ചുറ്റും കേട്ടോ. അപ്പോൾ ആ വഴിയിൽ മൊത്തം അവർ തന്നെയാണ്. വീടിൻ്റെ പഴക്കം കാര്യങ്ങളൊക്കെ നമുക്ക് ഏട്ടായിയോട് വിളിച്ച് ചോദിക്കാം. നിറച്ച് ചെടികൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ ഇല്ലേ, അമ്മയുടെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോയിക്കുക, തൊട്ടപ്പുറത്തേക്ക്. ചെടികളൊക്കെ മാറ്റണം നമുക്ക്. ആക്ച്വലി വീടിൻ്റെ ഇവിടെ ഒരു വാടകയ്ക്ക് കൊടുത്തിരുന്നു പണ്ട്, ചെറിയൊരു റൂം ഇങ്ങനെ. ഇവിടെയാണ് ചേച്ചി നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന അലമാരിയൊക്കെ ഇട്ട് നോക്കണം. പിന്നെ അപ്പുറത്ത് കണ്ട, അതിൻ്റെ അപ്പുറത്തൊരു അടുക്കള പോലെ, അതിൻ്റെ അപ്പുറത്തെ പക്ഷേ ഞാൻ അപ്പുറത്തൂടെ പോകുമ്പോൾ കാണിച്ചതാ കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെയും ചേച്ചി കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള സ്ഥലം ഉണ്ട്. ഇവിടെയാണ് കുഞ്ഞനും ചേട്ടച്ചനും ഒക്കെ കിടക്കുന്ന സ്ഥലം. ചേച്ചിയൊക്കെ ഇവിടെ കട്ടിലുണ്ട്, ഇതുണ്ട്. കുറേ ശ്രീകുട്ടനെയും കുഞ്ഞനെയൊക്കെ കാണാൻ കണ്ട. കുഞ്ഞനത് ശ്രീകുട്ടൻ, കുഞ്ഞൻ, ഇവിടെയൊക്കെ നിറച്ച് സാധനങ്ങൾ ഇരിക്കുക. കുറേ ദിവസമായില്ലോ നമ്മൾ വീട് പൊളിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ നിൽക്കണം. അത് കാരണമൊക്കെ ഒതുക്കി വെച്ചിട്ടില്ല കേട്ടോ എവിടെയും. കുറേ ദിവസമായിട്ട് നമ്മളിതിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി. അപ്പോൾ ഇവിടെ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെയാണ് കുഞ്ഞിൻ്റെ ഉണ്ടോ, കുഞ്ഞിന് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വാരിക്കൂട്ടി ചാക്കിലാക്കും നമ്മൾ. ഇവിടെ TV, ഇവിടെ അതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ടൈലൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ സ്ഥലം. ഇതിൻ്റെ ഉള്ളിലൊരു റൂമുണ്ട് കണ്ട, കുട്ടി റൂമുകൾ. ഒരു കട്ടിൽ മാത്രം ഇടാനുള്ള സ്ഥലമുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അമ്മയുടെ കിടക്കുന്ന സ്ഥലം. ഇവിടെയാണ് അമ്മ കിടക്കുന്നത്. ആദ്യം നമ്മൾ തട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം മാറ്റേണ്ട സമയമായിരിക്കും കുട്ടികളെ. ഇതാണ് നമ്മൾ അന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയ നമ്മുടെ അടുക്കള കണ്ട. ഇതാണ് അടുക്കള. എനിക്ക് ഇതിനുള്ള പുട്ടൊക്കെ ചേച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അപശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഈ വീടിൻ്റെ തൊട്ട് പിന്നിലെ മരക്കമ്പനിയാണ്. അപ്പം മരം അറപ്പിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ബാത്റൂം ഉണ്ട് ഇവിടെ ഒരെണ്ണം. പിന്നെ അത് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ചേച്ചി ഇതൊക്കെ കണ്ട. ഇവിടെയൊക്കെ ചേച്ചി ഇങ്ങനെ ഒതുക്കി ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ഹോള്. നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയാണിത്. ഇവിടെ ചേച്ചി ഇത് കുറേ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ. പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡിന് ഏകദേശം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം ഏട്ടായി മേടിച്ച് വെച്ചതാണ് കൊണ്ട് ഒതുക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിനൊരു 18-19 കൊല്ലത്ത് പഴക്കമുണ്ടാവും. തുണികളൊക്കെ തോരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾ മൊത്തത്തിൽ കണ്ടില്ലേ. അപ്പം ഇതാണ് നമ്മളിനി പൊളിക്കാൻ പോകുന്നത് കുട്ടികളെ. ഇതാണ് ഞാൻ വാടകയ്ക്ക് കൊടുത്ത ഇവിടെൻ്റെ ഒരു സൈഡ്. തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ ചേട്ടൻ്റെ ഇളയമ്മമാരും ഇവിടെ കണ്ട. ഇവിടെ ഒരു അടുക്കള പോലെ ഉണ്ട്. ഇവിടെ വാടകക്കാരുണ്ടായിരുന്നു കേട്ടോ കുറേ നാൾ മുന്നേ. കുഞ്ഞിൻ്റെ സൈക്കിള്. അപ്പോൾ ചേച്ചി വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛന് പാരലൈസ്ഡ് ആയി അച്ഛൻ, അതായത് സ്ട്രോക്ക് വന്നിട്ട്. അപ്പോൾ പിന്നെ അച്ഛൻ അങ്ങനെ കിടപ്പായിട്ടോ. അച്ഛനാണ് ചേട്ടൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് നിന്നിരുന്നത്. അച്ഛനും ചേട്ടനും പാരമ്പര്യമായിട്ട് അവർക്ക് ടൈലറിങ് ഷോപ്പ് തന്നെയായിരുന്നു ഒല്ലൂർ കേട്ടോ. അപ്പോൾ അച്ഛൻ വെട്ടിക്കൊടുക്കുക, ഏട്ടൻ തയ്ക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ പാരലൈസ്ഡ് ആയപ്പോൾ ഒന്നിനും പറ്റാണ്ടായി. അച്ഛൻ്റെ അസുഖങ്ങൾ, അച്ഛൻ്റെ ചികിത്സകൾ, കാര്യങ്ങളൊക്കെ ആയിട്ട്
സാമ്പത്തികമായിട്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അച്ഛന് ചെറിയൊരു പനി വന്നതാ, പക്ഷെ അച്ഛൻ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അച്ഛന് പാരലൈസ്ഡ് ആയ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് യൂറോപ്യൻ ടോയ്ലറ്റ് ഒന്നും ഉണ്ടായില്ല. അതൊക്കെ പണിത് നമ്മളങ്ങനെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നമ്മുടെ വീടുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തായിരുന്നു ബാത്റൂമേ. അപ്പോൾ ഈ ബാത്റൂമിൽ നിന്ന് അച്ഛന് പോരാൻ ബുദ്ധിമുട്ടായിട്ട് അച്ഛൻ ഇങ്ങനെ ഹാഫ് പാരലൈസ്ഡ് ആയി. അപ്പോൾ നമ്മളിവിടെ ടൈലിടലും അതുപോലെ തന്നെ ബാത്റൂം പണിയലും ഒക്കെ ചെയ്തു. അപ്പോൾ അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പണിതതാണ്. അച്ഛൻ അത്യാവശ്യത്തിന് മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതാണ് ബിജുവേട്ടൻ. ബിജുവേട്ടൻ ഹായ് പറഞ്ഞ ബിജുവേട്ടാ, ഒരു ഹായ് പറ. നാളത്തെ വ്ളോഗിൽ വരാം. ഞങ്ങളുടെ കോൺട്രാക്ടർ ബിജുവേട്ടനാണ് കേട്ടോ. കോൺട്രാക്ടർ ബിജുവേട്ടനല്ല, ബിജുവേട്ടനാണ് ഇത് കോൺട്രാക്ടർ എടുത്തിരിക്കുന്നത്. ചേട്ടനാണ് വീട് ഫുള്ള് വർക്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാ എന്താ പറയുക പരിപാടികളും നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് താങ്ങും തണലായിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ബിജുവേട്ടൻ എന്ന് പറയുന്നത്. ബിജുവേട്ടൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ ബിജുവേട്ടൻ്റെ കൂടെയാണ് പണിക്ക് പോകുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ മൊത്തത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പിന്നെ നാമവിശേഷമാവും. അപ്പോൾ കാണാനായിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്കും ഒതുക്കലിലേക്കും നമുക്ക് പോകാം. ഒരുപാട് പേര് വാടകയ്ക്ക് താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ഓളി പോലെ ഒരു സ്ഥലമാണ്. അതിലൊരു കിച്ചൺ, ഒരു കുഞ്ഞൊരു അടുക്കള, ഒരു കിടക്കാനുള്ള ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. പക്ഷെ 1-2 ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ വന്ന് 2-3 ആളുള്ള ഒരു ഫാമിലിയൊക്കെ വന്ന് ഇവിടെ താമസിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ചേച്ചിമാരെയൊക്കെ എനിക്ക് അറിയാട്ടോ. ഇവിടെ പണ്ട് സുധേച്ചി അമ്പിളിച്ചൊക്കെ താമസിച്ചിരുന്നു. ഇപ്പോഴും ഭയങ്കര കോൺടാക്റ്റിലൊക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം ഒതുക്കുന്നത്. ഇവിടെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ചേച്ചി അടക്കയും പറക്കയൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. കല്യാണപ്പെട്ടിയാ ചേച്ചി? കല്യാണപ്പെട്ടിയാണ് ചേച്ചിയുടെ കല്യാണപ്പെട്ടി. +2 ക്ലാസ് +2ൻ്റെ തൊപ്പി. എന്നിട്ടൊരു കാൽഡിയൻ്റെ പച്ചക്കുട്ടികൾ ഇവിടെയുണ്ട്. മലയാളം ഗീ നെയ്, ഗീറ്റോ ചേരി, ഗോസ്റ്റ് പ്രേതം, ഗോസ്റ്റ് റൈഡർ, കൂലി എഴുത്തുകാരൻ. അങ്ങനെയാണോ അത്? ഗോസ്റ്റ് റൈഡർ, കൂലി എഴുത്തുകാരൻ. എനിക്കുണ്ട് കേട്ടോ അതുപോലെ എടുത്തു വെക്കുന്ന ശീലം. അതുപോലെ കുഞ്ഞിനുണ്ട് തലകുറകൾ, പിന്നിട്ട് പോകാൻ തോന്നുന്നുണ്ട് ശീലങ്ങളൊക്കെ. അപ്പോൾ കുറേ ഡിക്ഷണറികൾ, പഴയ ബുക്കുകൾ, 2ാം ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ, ആളുടെ കയ്യക്ഷരമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിന്നലിനാണ് നമ്മുടെ കുഞ്ഞിൻ്റെ പേര്. ആളിവിടെ ഇല്ല, ആൾ സ്കൂളിൽ പോയിരിക്കുക, മോഡൽ എക്സാമാണ് അത്രേ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ, ബുക്സും സാധനങ്ങളും ഒക്കെ തൊട്ടപ്പുറത്ത് തന്നെ ബന്ധുക്കളുടെ വീടാണ്. ഇളയച്ചന്മാരുടെയും അതുപോലെ തന്നെ അമ്മായിമാരുടെയും ഒക്കെ വീടുണ്ട്. അപ്പോൾ അവരുടെ വീടിൻ്റെ മുകളിലൊക്കെ കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരു തറവാട് ഒഴിഞ്ഞടക്കുന്നുണ്ട്. അവിടെ താമസയോഗ്യമല്ല. അപ്പോൾ നമ്മൾ മണ്ണമ്പേട്ടയ്ക്കാണ് പോണത് കേട്ടോ. പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞന് രാജുമാമൻ, അതായത് രാജുമാമൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഭാഗ്യനെയാണ്. മാമൻ എപ്പോഴോ മേടിച്ചു കൊടുത്തൊരു ഇതാണ് അത്ര പിയാനയാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും വർക്ക് ചെയ്യില്ല, എന്നാലും അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാനും ഇതുപോലെ ചെയ്യും കേട്ടോ. അമ്മ ഇതുപോലെ ചെയ്യും, അതിനേക്കാളും ഉപരി ചേച്ചിയും ചെയ്യും. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകളായാലും സാധനങ്ങളൊക്കെ ആയാലും പഴയതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെയാണ് കേട്ടോ ചെറുപ്പം തൊട്ടേ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ വീട് പണിയുടെ തുടക്കം എന്നുള്ളത് പോലെ ഈ ചേട്ടൻ ഇവിടെ ആദ്യമായിട്ട് സി ബ്ലോക്ക് കെട്ടാനായിട്ടുള്ള മണ്ണ് കിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, നമ്മുടെ ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷം. തൊട്ടപ്പുറത്തുള്ളത് ഒരു പാപ്പന്നാണ്. നമ്മുടെ തൃശ്ശൂരൊക്കെ അച്ഛൻ്റെ അനിയനെ പാപ്പന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ പാപ്പൻ്റെ വീടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അമ്മായിമാരുടെ, ഇളയമ്മമാരുടെ, വല്യമ്മമാരുടെ ഒക്കെ വീടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണമല്ലോ. അപ്പോൾ ചേച്ചി കുറേ തുണികളും സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമുക്കും എടുത്തുകൊണ്ട് പോവാം. പിന്നെ അതുപോലെ ഈ സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അതുമൊക്കെ അടക്കി വെക്കാൻ എളുപ്പമുണ്ടല്ലോ. വീട് പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയേക്കാളും മുമ്പുള്ള ഒരു ഒതുക്കൽ ഭയങ്കര ഒരു പ്രോസസ്സാണല്ലേ. നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം, നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ആവശ്യമുള്ളതായിട്ട് തോന്നും. പിന്നെ പുതിയ വീട്ടിൽ കയറുമ്പോൾ തോന്നും അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന ചേച്ചിമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും വീട് പണിതിട്ടുള്ളവർക്കൊക്കെ. ഇതൊക്കെ കളയാനുള്ള സാധനങ്ങളാട്ടോ. കളയാൻ കുറച്ച് കഴിയുമ്പോൾ വ്ളോഗ് കാണുമ്പോഴാണ് വീട് കാണുള്ളൂ. ഫാനൊക്കെ ഊരണ വെച്ചാ ഇത് ബുക്ക് അത്ര കുഞ്ഞുണ്ട്, ചേതലൊക്കെ വന്നു.
അപ്പോൾ ഈ റൂം വൃത്തിയായിട്ടാ. ഇവിടെ ഇനി ഈ ഒരു മേശ മാത്രമേ ഉള്ളൂ. മേശ ആകെ ശോചയം ചെടിയിൽ മൂടി വെച്ചിരിക്കുക. കുട്ടികൾ നിറച്ച് ചെതലുണ്ട്. ചെതലാണ് ഈ വീടിൻ്റെ വില്ലൻ. നോക്കിയോ ചേച്ചി ചെതല്. അങ്ങനെ ചെതലടിച്ച് ചേച്ചിയുടെ ജീവിതത്തിലത്തെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? വീട് പണിത് കിട്ടിയാൽ മതി എന്ന് പറയണ്ട. എത്ര വർഷമായി ചേച്ചി വന്നിട്ട്? 19 വർഷം കഴിഞ്ഞു ചേച്ചി വന്നിട്ട്. അപ്പോൾ ഇതൊരു അലച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ. അത് നമ്മൾ ഒരു അമ്മായിയുടെ വീടാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ടെറസിൻ്റെ മുകളിൽ കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പകുതി വരെ എനിക്ക് കിട്ടിയെന്ന്, പകുതി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമുക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നും. ഏതാ കളയണ്ടാത്തെന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ എല്ലാം കൂടി കെട്ടി വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഒരുപാട് ബഡ്ജറ്റ് ഇല്ല നമ്മുടെ കയ്യിൽ വീട് പണിയാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ മുന്നേ നിങ്ങളെ അറിയിക്കാം. നമ്മൾ നാളെ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് കറണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയും ചേട്ടനും കുഞ്ഞനും കൂടിയിട്ട് മണ്ണമ്പട്ടയ്ക്ക് പോകും. അമ്മ ചേച്ചിമാരുണ്ടല്ലോ, ചേച്ചിമാരാരെങ്കിലും കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 നാത്തുമാരുണ്ട് കേട്ടോ ചേച്ചിക്ക്. അതായത് ഏട്ടനാണ് രണ്ടാമത്തത്. ഏട്ടൻ്റെ മൂത്തത് ഒരു ചേച്ചിയുണ്ട്, സിന്ധു ചേച്ചി, പിന്നെ സിൻ ചേച്ചി, അങ്ങനെ 3 പെങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിമാരെയൊക്കെ നിങ്ങൾ ഒരുപാട് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചേച്ചിമാർ 2-3 ദിവസമൊക്കെ മുന്നേ വന്ന് നിന്ന് അവർ ജനിച്ച് വളർന്ന വീടല്ലേ, ആ ഒരു നൊസ്റ്റാൾജി ഉണ്ടാവുമല്ലോ, അതൊക്കെ അനുഭവിച്ചിട്ട് അവർ പോയി. പിന്നെ നമുക്ക് ചെടികൾ, ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. നമ്മുടെ വീട് കണ്ടപ്പോഴേ ചേച്ചി തന്നെയാണ് കുറേ ചെടികളൊക്കെ പിടിപ്പിച്ച് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചേച്ചി എല്ലാം കൂടി കുറേയൊക്കെ തൊട്ടപ്പുറത്ത് വീട്ടിൽ കൊണ്ടുവച്ചു. കുറേ ചെടികൾ ഉണങ്ങി പോകുന്നതും വെയിൽ കൊള്ളാത്തതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിവിടെ, ഇതൊരു ഇളയമ്മയാണ് കേട്ടോ, അതൊരു പാപ്പൻ്റെ വീടാണ്, പാപ്പൻ്റെ ഇളയമ്മയാണ്. ആൾ എൻ്റെ ക്യാമറ കണ്ടപ്പോഴേക്കും ജീവനും കൊണ്ടുപോയി. ആളുടെ മരുമകളാണ് അത് അഞ്ചു. പിന്നെ ഒരു കുഞ്ഞുണ്ട് കേട്ടോ. പാപ്പന് 3 പിള്ളേരാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വ്ളോഗിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇവിടെ സി ബ്ലോക്കിൻ്റെ പണി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിജുവേട്ടനാണ്. ബിജുവേട്ടൻ അങ്ങനെയാട്ടോ, എല്ലാ പണിയിലും കൈ കടത്തിയ ആൾ, ഭയങ്കര ആക്റ്റീവായിട്ട്. അങ്ങനെ മുതലാളി ചെമ്മഞ്ഞിരിക്കുന്ന പരിപാടിയൊന്നുമില്ല, ആളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെടികൾ കുറച്ച് തൊട്ടപ്പുറത്തൊരു കുഞ്ഞിയ പറമ്പുണ്ട്. പറമ്പ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണെന്നുള്ള രീതിയിലാണ്. ഇതാണ് ഒരു പാപ്പൻട്ടാ. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തൊരു കുഞ്ഞിയ പറമ്പുണ്ട്. അവിടെ ചേച്ചി കൊള്ളിയൊക്കെ നട്ടിട്ടുണ്ടെന്നേ, വേറെ ആരുടെ പറമ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ ആൾ കുറേ ചെടികളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ബൊഗെയിൻ വില്ലകളും കൊങ്ങിണിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്താക്കാവോ, JCB കൊണ്ടുവന്ന് തട്ടി നിരത്തുമ്പോൾ എന്താവും എന്നുള്ളത് നിശ്ചയമില്ല. പിന്നെ നമ്മളിങ്ങനെ തുരുമ്പ് പിടിച്ച കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നടാ. അതൊക്കെ നമ്മളൊരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടികൾ കയറ്റി വെച്ചു. സത്യം പറഞ്ഞാൽ ചെടിച്ചട്ടികൾ ഈ സമയത്തൊക്കെ നമുക്ക് തോന്നും എന്തിനാണ് ദൈവം ഇത്രയധികം ചെടികൾ വെച്ച് പിടിക്കുന്ന പണിയല്ലേന്ന്. പക്ഷേ ഇത് നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഈ ചെടി മേടിക്കാൻ പോകുമ്പോൾ അറിയാം അതിൻ്റെ വിലയും അതുപോലെ തന്നെ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ സി ബ്ലോക്ക് പൂർണ്ണമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തുണികളാണ് ഒതുക്കാനുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേച്ചി ഒരുവിധം ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ചേച്ചി എൻ്റെയും കൊണ്ടുവരും കേട്ടോ. അത് ഇങ്ങോട്ട് കൊണ്ടുവരും. ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് പാകാവില്ല. ചേച്ചിക്ക് ഭയങ്കര ഷോൾഡർ വരുവാ, എനിക്ക് അത്രയ്ക്ക് ഷോൾഡർ ഇല്ല. അതുപോലെ എനിക്ക് ഫ്രണ്ട് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് പാകാവില്ല കേട്ടോ. പക്ഷെ കുഞ്ഞനെൻ്റെ എല്ലാ ഡ്രസ്സും ഇടും. കുഞ്ഞനാണ് മിക്കതും എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടാറുള്ളത്. അതൊരു കാസയാ, ഫ്ലവർ വൈസ്. അത് സ്പ്രേ കുപ്പിയുടെ സ്പ്രേ കുപ്പിയുടെ അടപ്പാണത്. അടപ്പല്ല, തല തിരിച്ചു വെക്കുന്നത്. പിന്നെ അത് പായി വന്നപ്പോൾ കൊടുത്തത് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ചെറുപ്പം തൊട്ടേ നമ്മളങ്ങനെ പഴയ ഡ്രസ്സുകൾ ഇട്ട്, ചേച്ചിയുടെ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ടാവും, എൻ്റെ പാപ്പൻ്റെ മോള്, അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് പാവാകാവാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലമുറകൾ പിന്മാറിയാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരാളുടെ ഡ്രസ്സ് ഇട്ടു എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളിപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വിപുലമായ രീതിയിൽ പണ്ടത്തെ പോലെ ചെയ്യാറില്ല. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നു മാത്രം ആ ബാട്ടർ സമ്പ്രദായം. അച്ഛൻ്റെ മുതലാളിയാണ് ബിജുവേട്ടാ. അച്ഛൻ വന്നു കുഴി കുത്തിക്കൊണ്ടിരിക്കട്ടാ. മറ്റേ ചേട്ടൻ്റെ കെട്ടി ഇവിടം വരെ എത്തി. അമ്മയച്ഛനും വന്നു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ മറ്റേ സാധനം മേടിച്ച് വെക്കണം. ഇതാണ് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്ന സമ്മാനം കേട്ടോ. അത് നമ്മൾ അന്ന് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിങ്ങിന് പോയില്ലല്ലോ. അപ്പൊ അവരയച്ചു തന്നതാ. അമ്മേന്റെ പേരും കൊടുത്തിട്ടുണ്ടായി മോൻ. പിന്നെ അമ്മേരെ പേര് കൊടുക്കും.
ഇത് അവർ സ്റ്റേജിൽ നിന്നും വിളിച്ച് തരില്ലേ അമ്മ? അവിടെ അങ്ങനെ ഒരു മേശയമ്മ നിരത്തി വെച്ചിട്ടുണ്ടാവും, നമ്മൾ എടുത്തിട്ട് പോരണം. ഇത്ര അധികം ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുമ്പോ അവർക്ക് അത് ബുദ്ധിമുട്ടില്ല. നീല രൂപം എന്റെ ഏട്ടായിയാണ്. എന്റെ ഏട്ടായി ഇതെല്ലാം ചുരുട്ടി കൂട്ടി വെള്ളപ്പൊക്കത്തില് ഷർട്ടാണ് കേട്ടോ, ആളുടെ ഷർട്ട് അതൊക്കെ. ഏട്ടായിക്ക് ഒല്ലൂര് ടൈലറിങ് ഷോപ്പാണ് കേട്ടോ. അച്ഛനായിട്ടുള്ളതാണ്. പിന്നെ ഏട്ടൻ ITC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ ഏട്ടൻ നന്നായി പഠിക്കുമായിരുന്നു. ഏട്ടൻ അങ്ങനെ ITA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടായി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ സങ്കടം ഏട്ടായിക്ക് ഭയങ്കര ഇതിട്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കാറില്ലേ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ സൗകര്യങ്ങൾ കിട്ടിയാലും എത്രയോ ആഗ്രഹങ്ങൾ ഉണ്ടായാലും നമ്മളെപ്പോഴെങ്കിലും ഉപേക്ഷിച്ചൊരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കും. അത് പറയുന്നത് പൊട്ടയാണ്. ചിലർ പറയാറുണ്ട് എന്തിനാ സ്ത്രീ ഇപ്പോഴും അതിൽ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഏട്ടായി അതുപോലെ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഭയങ്കര സങ്കടമാണ്. ആള് കുഞ്ഞാണ്, ആള് ട്രെയിൻ ചെയ്തെടുത്ത് വരുന്നുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങളെ മക്കളിലൂടെ സാധിപ്പിക്കാന്ന് പറയില്ലേ, പക്ഷെ അതിന് അടിച്ചേൽപ്പിക്കലൊന്നുമില്ല കേട്ടോ. എന്നാലും കുഞ്ഞൻ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും ഞങ്ങളെക്കാളും ഒരു അച്ഛനെന്ന രീതിയിൽ ഓതും ഏട്ടായിയുടെ മുഖത്ത് നിന്ന് പ്രതിഫലിക്കാം. കനണ്ടാ കനണ്ടാ അച്ഛനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മുടെ അച്ഛനില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇൻകംപ്ലീറ്റ് ഒരു പ്രോസസ്സായിരുന്നു കേട്ടോ. കാരണം അച്ഛൻ വന്നിട്ടാണ് എല്ലാം പിടിച്ചത്. വലിയ വലിയ സംഭവങ്ങളൊക്കെ അച്ഛൻ തന്നെ പിടിച്ചു കൊണ്ടുപോയി. പിന്നെ വേറൊരാളെ പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരും യന്ത്രമൊന്നുമല്ലല്ലോ, നമ്മൾ ചെയ്യുന്ന പോലെയുള്ള പണികളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ തന്നെ കൂടി എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ മാത്രം വേറെ കള്ളപ്പണി കള്ളപ്പണിയല്ല ഡാമാരിനെ മുളം കിടന്ന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് അടിക്കുന്ന പരിപാടി ചേച്ചിക്കുണ്ട് കേട്ടോ. അപ്പൊ കാണാല്ലേ നിങ്ങൾ, ആ അലമാരി കിടന്ന സ്ഥലത്ത് മാത്രം പെയിന്റ് ഇല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ചേച്ചി പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുതിയ ഫോട്ടോസ് ആക്കാം നമുക്ക്. അച്ഛൻ ഓരോരോ ഫോട്ടോകളൊക്കെ ആയിട്ട് എടുത്ത് മാറ്റാണ്. നമ്മുടെ കുഞ്ഞനാണത്. തൊട്ടപ്പുറത്ത് ശ്രീകുട്ടൻ, പിന്നെ ഏട്ടായി, ചേച്ചി, കുഞ്ഞൻ അവരൊക്കെ നിൽക്കുന്നത്. ഏട്ടായിയും ചേച്ചിയുടെയും ഒക്കെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റി ഇനി വലിയ വലിയ ഫോട്ടോസായിട്ട് പുതിയ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു കോരിത്തെരിപ്പും ഒരു കുളിർമയൊക്കെയാണ് മനസ്സിനൊക്കെ. അത് എന്നെക്കാളും കൂടുതൽ, എന്നെക്കാളല്ല ചേച്ചിയേക്കാളും അച്ഛനേക്കാളൊക്കെ കൂടുതൽ ഉണ്ടാവുക അവിടുത്തെ അമ്മയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മയ്ക്കൊക്കെ ആയിരിക്കും. അവരുടെ മക്കൾ നല്ലൊരു ഇപ്പം നമ്മൾ പറയണം ഈ ഒരു വീടെങ്കിലും ഇല്ലേ എന്ന് പറഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കില്ലേ നല്ലൊരു വീട്ടിൽ താമസിക്കാൻ. അത് അവരുടെ മക്കള് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ എന്തായാലും അവർ ആഗ്രഹിക്കും. ഏട്ടായിക്ക് നല്ല മാറ്റം ഉണ്ട് ചേട്ടാ. 19 കൊല്ലം ഒരു കുട്ടിത്തുണ്ട് മുഖത്ത്. ഇപ്പൊ തളശിയായി. ഒരു സന്തോഷം പറയുമ്പോ എന്നോട് പറഞ്ഞിട്ട് അമ്മയാണോന്ന് ചോദിച്ചു. അമ്മയുടെ ചായ അവരെ മാമൻ പോവാൻ വേണ്ടിയിട്ടുള്ള പെട്ടി അമ്മ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഷുഗറും പ്രഷറുണ്ട്. അതാണ് അമ്മനത്തിരി ആവശ്യമില്ല നിലയിൽ നിങ്ങൾക്ക് തോന്നിക്കുന്നത്. പക്ഷെ അമ്മ ബെറ്ററാണ് കേട്ടോ. കുറച്ചും കൂടി വയ്യായി ഉണ്ടായിരുന്നു. ഇപ്പം അമ്മ ബെറ്ററായി വരുന്നു. ഇത് എത്ര കൊല്ലമായി വീട്? ഞങ്ങൾ വാടകയ്ക്ക് പോയി എൻ്റെ വീട്ടിൽ കുറെ താമസിച്ചു. വന്നിട്ടാണ് വെലീസിലേക്ക് സ്ഥലം മേടിച്ച് വരവേണ്ടത്. അതായത് ഇവിടെ സ്ഥലം മേടിക്കുമ്പോ എത്ര രൂപ ഉണ്ടായിരുന്നു സ്ഥലത്തിന്? എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ അച്ഛനാ. അതെല്ലേ. കാര്യങ്ങൾ അച്ഛനാ. മണ്ണൊക്കെ കട്ട പിടിച്ച് അമ്മ അച്ഛനും കൂടി പണിതൂല്ലേ? അമ്മ തന്നെയുള്ളോ? അങ്ങനത്തൊക്കെയാണ് ചോക്കണത്. ഈരണ്ടെണ്ണം വെച്ച് പണിച്ചോന്നിട്ട് ചോക്ക. പിന്നെ കുറച്ച് ഇവിടെ ചിമണി കട്ടയുണ്ട്. കഴിച്ചിട്ട് കുറച്ച് കാച്ചി ചീര കുഴികാരി തരാണ്ടായിരുന്നു. അതിന് മേടിച്ചിട്ട് ഉയരം വരുത്തിയില്ല. അതൊക്കെ ചിമണി കട്ടയാ. അമ്മ നമ്മുടെ തൃശ്ശൂർ ഓട്ട് കമ്പനി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, അങ്ങനെ പണിക്ക് പോയിരുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെയാണ് അമ്മ 4 മക്കളെയും വളർത്തിക്കൊണ്ട് വന്നിട്ട്, ഞാൻ പറഞ്ഞില്ല അച്ഛന് അത്യാവശ്യത്തിന് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മണ്ണൊക്കെ ഈ വീട് പണിയാനുള്ള കട്ടയൊക്കെ അമ്മ തന്നെ പിടിച്ച് അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പാട്. പണ്ടുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ചിലർക്ക് എങ്കിലും പറ്റുമായിരിക്കും. അവരെ അമ്മമാരൊക്കെ എങ്ങനെയാണ് അവരുടെ ബാല്യവും കൗമാരവും ഒക്കെ തള്ളി നീക്കിയത്, സ്വന്തമായിട്ടൊരു കുഞ്ഞു വീടായാലും വെച്ചുണ്ടാക്കിയതെന്നൊക്കെ ചേച്ചിമാരെ
ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ കഥകൾ കേട്ടിട്ടുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം അമ്മ ആ കഥകളൊക്കെയാണ് പറയണത്. അങ്ങനെ നമ്മൾ അമ്മയുടെ അകത്തൊരു അലമാരി ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ 10-40 കൊല്ലം പഴക്കമുള്ളതൊക്കെയാണെന്നാണ് അമ്മ പറയണത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സംഭവങ്ങൾ വാതിൽ പൊളിച്ചെടുത്തിട്ട് വേണ്ടി വന്നു നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ തറവാട്ട് വീട്ടിൽ തന്നെയാണ് കൊണ്ടിടാൻ പോകുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കുഞ്ഞു റൂമുണ്ട്. അവിടെയാണ് അച്ഛനും അമ്മയും കിടന്നിരുന്നത്. ഇപ്പോൾ അമ്മ തന്നെയായതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ട്. പക്ഷേ ലൈഫല്ലേ, ഷോ മസ്റ്റ് ഗോ ഓൺ, അങ്ങനെയല്ലേടാ നമ്മൾ പറയുക. എന്തൊക്കെയായാലും നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റൂ. അപ്പോൾ എന്നാലും അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ട്. വീട് പണിയാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് അമ്മയ്ക്ക്. അച്ഛനെ അതിൽ കിടക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതും അവിടെ കൊണ്ടിടാനാണ് പോണത് കേട്ടോ. നമ്മുടെ തറവാട്ട് വീട്ടിൽ കൊണ്ടിടാൻ പോവാണ്. ഇവിടെയും ഒരു അലമാരി, 2 അലമാരി ചേച്ചി വാടകയാക്കി കൊടുത്തിരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കുറേ തുണികളൊക്കെ വെച്ചിട്ടുള്ളത്. ഒക്കെ ഭാണ്ഡം കെട്ടിയിട്ട് നമ്മുടെ മുണ്ടിലാക്കിയിട്ട് കെട്ടിയിട്ടാണ് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഇതിൽ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ ഒരു ചാക്കിലാക്കിയിട്ട് വീട് പണി വരുമ്പോൾ നമുക്ക് ടൈലിൻ്റെ വർക്ക് വരുമ്പോൾ, അതുപോലെ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാർ, പിന്നെ മരം, അങ്ങനെ പണികളൊക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് വലിയ 2-3 ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കെട്ടിപ്പൂട്ടിയിട്ട് അലമാര അവിടെ കൊണ്ടിട്ടിട്ട് വീണ്ടും അലമാരയിലേക്ക് തന്നെ എടുത്ത് വെക്കണം. മഴക്കാലം ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ. ആ സമയത്ത് നമുക്കിത് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല, ടെറസിൻ്റെ മുകളിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ അലമാരിയിൽ തന്നെ തിരിച്ച് അടക്കി ഒതുക്കി വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് എവിടെ കൊണ്ടുവച്ചെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചേർങ്ങട്ടാ കാലിയൊക്കെ മൂന്നാമത്തെ അലമാരി കേട്ടോ കൊണ്ടുപോകണം. അവശനായിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അതേ വരുന്നു അലമാരി പിടിച്ച് വശക്കേടായിട്ട് വരുന്നു. ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാ ഇരുപത് ഞാൻ ഇതെന്റെ കട്ടിലുമെന്റെ ആടുന്നത് കുഞ്ഞൻ ചാട്ടനാന്നുണ്ട് ചീത്ത പറഞ്ഞപ്പോ ഞാൻ അത് വീണ്ടും ഇടാനാള് ഗുജറാത്ത് നല്ല ഷർട്ടാ. ചെന്തോരം കൂറകളിട്ട് നടക്കുന്നു. അത് ഭാഗ്യന്റെ അച്ചപ്പെട്ട് നോക്കണത്. ഏട്ടാ ഈ ടൈലറായതുകൊണ്ടേ ഡ്രസ്സിങ്ങിൽ ഭയങ്കര സെൻസാണ് ഏട്ടൻ. ഒരുപാട് ഷർട്ടുകളൊക്കെ നല്ല തേച്ച് വടിയാക്കി യൂസ് ചെയ്യാറുണ്ട് ആളാണ് കേട്ടോ. അതുകാരണം ഏട്ടൻ്റെ ഷർട്ടൊന്നും കേടാവില്ല. അപ്പം അച്ഛൻ കൊണ്ടുപോകാം അതൊക്കെ. അമ്മക്ക് ഹാപ്പി. അച്ഛനിടാന്ന് പറഞ്ഞ അമ്മ ഇവിടത്തെ ബാക്കി അവിടേക്ക് പൊട്ടാത്ത സാധനമൊക്കെ കൂടി കുഞ്ഞന്റെ സംഭവങ്ങൾ മാറ്റി വെക്കുക. ഇത് LKG UKG LKG തുറന്നെടുത്ത് കാണിച്ചു കൊടുത്തട്ടെ. അത് LKG താഴെ ഇരിക്കുന്നത് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം. ഇതാൾക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം. അവിടെ ഇവിടെ ഇരിക്കുന്ന പച്ചത്തിന് ഒതുക്കി വെക്കാൻ വേണ്ടിട്ട്. ഓ അച്ഛത് സൂക്ഷിച്ച് പൊടികൾ തട്ടി വെക്കുന്നു. കുഞ്ഞൻ്റെ ട്രോഫികളൊക്കെ ഒതുക്കി വെക്കുന്ന ഏട്ടാ. അത് ഈ ഒരു സാധനം ഇത് TV-യുടെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇരുന്നിരുന്നത്. സൗകര്യം ഉണ്ടായില്ലേ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുഞ്ഞൻ ഓരോ സമയവും ഓരോ പ്രാവശ്യം അത് ഇതൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അച്ചാച്ചന് ഭയങ്കര സങ്കടം. എൻ്റെ മോള് ഭയങ്കര എന്താ പറയുക അധ്വാനിച്ച് നേടുന്നതൊന്നും വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ അച്ചാച്ചൻ പണിത് കൊടുത്തതാണ് ആ ഒരു കബഡ് പോലത്തെ സംഭവം. അപ്പം അതിന് ഊരിയെടുക്കണം നമുക്ക്. ഇതൊക്കെ കോമൺ ശീലങ്ങളാണോ ചേച്ചി? ക്ലീനായി നമ്മൾ വന്നപ്പോ പോലെ ഇല്ല കണ്ട. കുറേ ക്ലീനിങ് ഒന്നും ഞാൻ പിടിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം വീട് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. എന്നാലും ചേച്ചിക്ക് വീട് പണിയാൻ പോകാന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം തൊട്ട് നമ്മുടെ വീട് പണി പോലെ ആവരുത്, എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലത്തെ ചെടി ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ അഴിച്ചു. ഈ മരം നമ്മൾ നാളെ മുറിക്കും. മഞ്ഞപ്പൂവ് ആകാശമല്ലേ അല്ല മഞ്ഞപ്പൂ കമ്മല് പൂവ്. ആ
അതിന് നിത്യ കല്യാണിയാക്കി, ഇതിന് നിത്യ കല്യാണിയാക്കി. ഈ ചെടികളുള്ള ഇഷ്ടം എല്ലാവർക്കും ഉള്ള കാരണം കൊണ്ടേ നമ്മൾ അതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ച് പറിച്ച് കുറേയൊക്കെ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട്. കുറേ ഞാൻ നമ്മുടെ വലിയൊരു വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചിക്ക് ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല കേട്ടോ. ഇവിടെ എന്താ പറയുക, കിളികളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒഴിവാക്കിയതാ. പിന്നെ ഇപ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൽ കുറേ മീനുകളും ഗപ്പികളും പിന്നെ നമ്മുടെ ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഏട്ടായി നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വട്ടം ഏട്ടായി മേടിച്ചു കൊടുക്കുന്നത് നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട്. അത് ഏട്ടായി നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ആഴ്ചയ്ക്ക് മേടിച്ചു കൊടുത്തതാണ് ഈ ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പാപ്പൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പോവാം കേട്ടോ. ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ഫോട്ടോ ആണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, നമ്മൾ ഒതുക്കുന്നതിൻ്റെ. അപ്പോൾ ഒരാൾ പറഞ്ഞു ശ്രീ മേക്കപ്പ് ഇടാത്ത കോലം എന്ന്. ഞാൻ മേക്കപ്പ് ഇടാണ്ട് തന്നെ എപ്പോഴും വരാറുള്ളത്. കട്ടില് മണം പെട്ടെന്ന് കൊണ്ടുകൊടുത്ത കട്ടിലത് അടിയിൽ പിടിക്കാൻ. അയ്യോ എൻ്റെ മോൻ രണ്ടെണ്ണം കൂടി പൊന്തത്തിനും കൂടി നീക്കി പിടിക്കേ. അത് ഈ വലത്തെ കയ്യിലത്തെ ഒരു സ്റ്റെപ്പും കൂടി അപ്പ അങ്ങനെ. ഇത് ഫ്രിഡ്ജ് നമ്മള് കൊടുക്കണോ അല്ലെങ്കിൽ OLX-ൽ ഇടണോ എന്നുള്ള ആലോചനയിലാണ് നിക്കണത്. ഇത് എത്ര കൊല്ലായി? എത്ര കൊല്ലായി പറഞ്ഞ? ഉണ്ണിമോളെ പ്രസവിച്ചിട്ട് വരുന്നേന് കൊടുത്തതാ, പ്രസവത്തിന് കൊണ്ടുപോണേന്. 17-18 കൊല്ലം പറയുണ്ടാവും. അന്ന് ഇതൊക്കെ വലിയ കാര്യം നടന്നുട്ടാ. അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അന്ന് നമ്മുടെ അച്ഛൻ 10-200 രൂപയ്ക്കൊക്കെയാണ് ദിവസം കൂലിക്ക് പോയിരുന്നത് കേട്ടോ ആ സമയത്തൊക്കെ. അപ്പോൾ അന്ന് അമ്മ ചുരുക്കി പിടിച്ച് അച്ഛനും ചുരുക്കി പിടിച്ച് ചെയ്ത കാശ് കൊണ്ടാണ് അതൊക്കെ മേടിച്ചു കൊടുത്ത് നോക്കുന്നത്. അപ്പോൾ അവർക്കത് ഭയങ്കര അഭിമാനമാണല്ലോ, അതാണ് അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ടോ. ശക്തി അമ്മേ. ആ മുകളിലത്തെ ഒരു ലെയർ അത് വീഴുവച്ചാ. അമ്മേ അത് അച്ഛനാ തട്ടിയിട്ടതമ്മ. ചിമ്മിണിക്കട്ട അടുത്തത് തട്ടച്ചാ. പോരൂ നീ. അതെ ഇങ്ങോട്ട് മറിച്ചോളോട്ടച്ചാ, കാലുമയ്ക്ക് വീഴുന്നുണ്ട്. വീട് പൊളിക്കാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരത് പൊളിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് അച്ഛൻ്റെ കുറേ കല്ലും കട്ടയൊക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കഷ്ണം മാത്രം കേട്ടോ, കാരണം അവിടെ മാത്രമാണ് ഈ ചെമ്മിനിക്കട്ട അതാണ് നമ്മുടെ അവിടെ പറയുക അതുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ സാധാരണ മണ്ണ് കട്ടയാണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പൊട്ടിച്ച് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അച്ഛൻ അതൊക്കെ വലിയ കാര്യമായിട്ട് നോക്കുന്ന ആളാട്ടോ. മാത്രമല്ല ബിജുവേട്ടൻ പറഞ്ഞിട്ടും പോയിട്ടുണ്ടായിരുന്നു, ഒരു സുഖേട്ട 10,000 രൂപ വരെ കട്ടയുണ്ടാവും, അത് മാറ്റി വെച്ചോ എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഇത് ഇവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്, ഇവിടെയാണ് ഒതുക്കാൻ പോണത്. ഒതുക്കാനുള്ളത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. കുഞ്ഞൻ സ്കൂളിൽ നിന്ന് വന്നു, അമ്മയുടെ സ്നേഹപ്രകടനം അമ്മ എല്ലാവർക്കും കൊടുക്കും. അമ്മയുടെ ഉമ്മ സ്പെഷ്യലാ. അപ്പോൾ ഇതില് രണ്ടാൾക്കെന്ന് പറഞ്ഞാൽ ശ്രീകുട്ടനും ഭാഗ്യനും, പിന്നെ കുറെ ആൾക്കാരൊക്കെ വിട്ടുപോയിണ്ട്. അവര് വന്നിട്ടില്ല. അവര് ശ്രീകുട്ടൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് മോള് ഇത് ഒതുക്കാനും പിടിക്കാനൊക്കെ രാവിലെ തന്നെ പോകുന്നത്. അതിനുശേഷം അവന് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് കളരി ക്ലാസ്സിൽ പോയി അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛനും മോനും കൂടി ഇപ്പോൾ ഇവിടെ വരുന്ന മരോട്ടിച്ചാൽ എത്തിന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളിവിടുന്ന് പോവാനായിട്ട് റെഡിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഔട്ട്ഡോർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അവർ വരുമ്പോൾ കാണിച്ചു കൊടുക്കില്ല. അവർ വരുമ്പോൾ കാണിക്കതേ. നമ്മളിവിടെയൊക്കെ ഒതുക്കിയിട്ടാ, ചെടികളൊക്കെ ഒതുക്കി. ഇവിടെ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേ കണ്ട ഇവിടെയൊക്കെ ഒതുക്കി, അകത്തൊക്കെ ഒതുക്കി, കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കികളൊക്കെ ഒന്നും കഴിഞ്ഞില്ലേ. ഒതുക്കൽ കണ്ടിട്ട് അവർ മടുത്താലോ ചോദിച്ചിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിർത്തി. അയ്യാണ്ടായ അച്ഛനെ കാലിന്റെ മുട്ടിൽ വേണം. ചേച്ചി വയ്യണ്ടായ ചേച്ചി അതന്നെ നാളെ വരണം കേട്ടാ. അതെ അപ്പൊ ഉച്ചവരെ ഉണ്ടാവുള്ളൂ അച്ഛന്. പക്ഷെ നല്ല ടയേർഡാവും. അമ്മ ഇവിടെ എന്താണ്ടൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞോട്ടെ. ഇനി ഇവിടെ ഒതുക്കണം, കിച്ചണൊക്കെ ഒതുക്കണം, ഇവിടെയൊക്കെ ഒതുക്കി. ഇനി ഒരു നാളത്തോടുകൂടി ഫുള്ളായിട്ട് ഒതുക്കാൻ പറ്റൂല അമ്മ. വൈകുന്നേരത്തിന് എന്തായാലും ചേച്ചി അങ്ങോട്ട് വരേണ്ടി വരും തോന്നുന്നു. കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ, നാളെ വരുന്നുണ്ടല്ലേ കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഇവിടെ നിക്കാൻ പറ്റില്ലല്ലോ. പാത്രങ്ങളൊക്കെ കൊണ്ടച്ചു ചാക്കിന് കെട്ടിയിട്ടേ. അപ്പൊ പാത്രങ്ങളൊന്നും ഇല്ലാണ്ടായി. ഇപ്പൊ നാളെയും കൂടി ഒരു ദിവസം നിൽക്കേണ്ടി വരുള്ളൂ. പിന്നെ അങ്ങോട്ട് വരും. അപ്പോൾ ഉള്ള പാത്രത്തിലൊക്കെ ചൂടാക്കിയതാ.
അപ്പോൾ ബ്രെഡ് ചിക്കൻ വേണമെങ്കിൽ അത് ഉണ്ണിമോള് വന്നിട്ട് കുളിക്കാൻ പോയി കാണാം. അപ്പോഴേക്കും വരുമ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് ചിക്കനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നത്. ഒരു പാക്കറ്റ് ബ്രെഡ് കൊടുത്ത് കൊണ്ടുവന്നു. ഇന്നത്തെ ആൾക്കാർ വന്ന് ചേർന്നിരിക്കുകയാണ് ഗൈസ്. ശ്രീകുട്ടൻ കളരി കഴിഞ്ഞു വന്നിരിക്കുന്നു. ആട്ടന്ന് കളരി കയറിയ ഈ വീട്ടിലെ അവസാനത്തെ ഭക്ഷണം കഴിക്കലായിരിക്കും. നിങ്ങള് പുതിയ വീട്ടിലായിരിക്കുന്നില്ലേ? നാളെയും കൂടി വരണം, കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ വന്ന് ഭക്ഷണം കഴിച്ചു, ശ്രീകുട്ടൻ ഭക്ഷണം കഴിച്ചു, ഞാനും ഭക്ഷണം കഴിച്ചു, നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നമ്മൾ പോവാണ്. അമ്മയച്ഛൻ ആദ്യം പോയി വണ്ടിയുമേ, പിന്നെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പതുക്കെ ഇറങ്ങാം. ചേച്ചി, ശ്രീകുട്ടൻ, കുഞ്ഞൻ, ഭാഗ്യനേട്ടനെ കാണിച്ചാലാട്ടാ. ഏട്ടാ ഇപ്പം ഞങ്ങൾ പോട്ടാട്ടാ. നമുക്ക് നാളെ വീണ്ടും വരണം എന്നാണ് പറയുന്നത്. ടാറ്റാ. ഒല്ലൂർ അവിണിശ്ശേരിയിലാണ് ടൈരും ചേച്ചിയും വീട്. അപ്പം അമ്മ മിക്കതും നാളെ പോകുന്നു തോന്നുന്നു. നാളെ നമുക്കും പോകണം. കുറച്ചും കൂടി പരിപാടികൾ ഒതുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് കടയുണ്ട് നമുക്ക്. നമ്മുടെ ഷോപ്പുണ്ടല്ലോ, അത് ഒല്ലൂർ തലൂരൊക്കെ 2-3 കിലോമീറ്റർ അപ്പുറമായിരുന്നു. അപ്പോൾ നമ്മൾ തലൂർ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചിക്ക് സുഖമായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും അധികം മിസ് ചെയ്തിരുന്നത് ചേച്ചിയുടെ ആ വരവൊക്കെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചേച്ചി സഹായിച്ചൊക്കെ തരുമായിരുന്നു. ഞാൻ പറയായിരുന്നു, ശ്രീകുട്ടനാണ് ഷൂട്ട് ചെയ്യുന്ന ആളെ, ഞാൻ ഇവിടെയും കൂടി പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിമാര് എന്നെ ചീത്ത പറയും, നീ അത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഞാൻ പറയായിരുന്നു ശ്രീകുട്ടനോട്. അപ്പോൾ ശ്രീകുട്ടനെയും കൊണ്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 24 കിലോമീറ്റർ പോയിട്ട് വേണം കേട്ടോ നമ്മുടെ വല്ലൂരെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.